ഹലോ വെൽക്കം ബാക്ക് ടു ഷേമാസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷേ ഫുൾ ഡേ ഇല്ല, ഒരു ഹാഫ് ഡേ ഉള്ളൂ. ഹാഫ് ഡേ ആകുമ്പോഴേക്കും തന്നെ ഞാൻ ക്ഷീണിച്ചു കേട്ടോ. ക്ഷീണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ബാറ്ററി ഡൗൺ ആയി. പിന്നെ അതൊക്കെ ചാർജ് ചെയ്ത് വരുമ്പോഴേക്കും പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി ഒരു ക്ഷീണം വേറെ എക്സ്ട്രാ കൂടുതലായിട്ട് വന്നു. അപ്പോൾ ഹാഫ് വെച്ചിട്ട് നിർത്തി. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കട്ടൻ കുടിക്കുന്ന സ്വഭാവമുണ്ട്. കാൽച്ചായയായിട്ട് ഞാനും മോനും കട്ടനാണ്, ഹസ്ബൻഡ് മാത്രം പാൽച്ചായ കുടിക്കാറുള്ളൂ ഇവിടെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഉപ്മാവ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കടി ഉപ്മാവാണല്ലോ. ഞാൻ ഉപ്മാവ്, പുട്ട്, ഇഡ്ഡലി ഇതാണ് എനിക്ക് ഏറ്റവും ഈസിയിൽ. അതൊക്കെ ഒരൊറ്റ ട്രിപ്പിന് കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഉപ്മാവാണ്. ഇതിൻ്റെ ഒരു എങ്ങനെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ എൻ്റെ കട്ടൻ്റെ കളർ കണ്ടിട്ട് ആരും ഞെട്ടണ്ട കേട്ടോ. അത് ശർക്കര ഇട്ടുകൊണ്ടാണ് ആ കളറായത്. തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പഞ്ചസാര ഉപയോഗിച്ച് ശർക്കര ഉപയോഗിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഉപ്മാവൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ ഇന്ന് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വഴിയെ ഈ ഒരു ഇതിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ മാസത്തിൽ ഒരു ദിവസം മിക്കതും വെള്ളിയാഴ്ച ആയിരിക്കും അന്ന് ലീവ് എടുക്കും. ലീവ് എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളപ്പണിയിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഞാനൊരു ഡീപ്പ് ക്ലീനിങ് ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ മുന്നേ ചെയ്താലും ഡീപ്പ് ക്ലീനിങ്. പിന്നെ അതിന് ശേഷം ഞാൻ ഓരോ വെള്ളിയാഴ്ചയും എന്തെങ്കിലുമൊക്കെ ഒരു തിരക്കേട് വന്നിട്ട് അതൊന്നും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ആ ഒരു ഇത് ഞാൻ ഇന്നലെ ചെയ്തു, ഡീപ്പ് ക്ലീനിങ്. അപ്പോൾ അതായത് ഇന്ന് ശനിയാഴ്ചയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ അങ്ങനെ ഒരു ലീവ് എടുത്ത ദിവസമാണ്. അപ്പോൾ അന്ന് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഉച്ച ആകുമ്പോഴേക്കും തന്നെ ഞാൻ ആകെ ക്ഷീണിച്ചു. പിന്നെ ഇവിടുത്തെ ചൂടറിയാലോ, നമുക്ക് അധികം നേരമൊന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ ടയേർഡാവും. അപ്പോൾ അന്നത്തെ ബാക്കിയുള്ള ക്ലീനിങ് കൂടി ഇന്നുണ്ടായിരുന്നു. അടുക്കളയിലേക്ക് ഞാൻ അധികം കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചെന്ന് അടുക്കളയുടെ ആ ഒരു ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഉച്ചകൾക്കുള്ള ഒരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും അതൊക്കെയാണ് കാണിക്കുന്നത്. സിമ്പിൾ ലഞ്ച് എന്നാൽ ഒരു 3-4 ഐറ്റമൊക്കെ നമ്മളെങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം ഒരു മണിക്കൂർ അരമണിക്കൂറിൽ എങ്ങനെ റെഡിയാക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും, മനുഷ്യന്മാരല്ലേ, എല്ലാവരും പെർഫെക്റ്റായിട്ടൊന്നും ചെയ്യില്ലല്ലോ. ഓരോരുത്തരുടെ വീട്ടിലും ഓരോന്നായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം കേട്ടോ. അങ്ങനെ പറഞ്ഞ് ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ നിൽക്കാൻ. മോനൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ട്യൂഷൻ ഉണ്ട്. അവിടെ ആ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അവനക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. പിന്നെ മോൾ ഉറങ്ങാൻ കേട്ടോ, അവൾ എണീക്കാറായിട്ടില്ല. ചില ദിവസമൊക്കെ നേരത്തെ എണീറ്റ് വരും, ചില ദിവസം 11 മണി 12 മണിയൊക്കെ ആവും. പിന്നെ ഞാനങ്ങനെ വിളിക്കാറില്ല, കാരണം വിളിച്ചാലും നേരെ പോവുക ഈ ടാബും മൊബൈലൊക്കെ നോക്കാനാണ്. അപ്പോൾ അത്രയും നേരം കണ്ണിന് റെസ്റ്റ് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് വിളിക്കില്ല, എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കട്ടെ വിചാരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്ക ഗൾഫുകാരുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രവാസികൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ജീവിക്കുന്നുണ്ടാവുക. രാത്രി ഉറക്കക്കുറവുള്ള ആൾക്കാരായിരിക്കും കൂടുതലും. ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായി. കട്ടൻ ചായ അപ്പം ഉണ്ടാക്കിയത് തന്നെ കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സ്റ്റീൽ പാത്രത്തിൽ കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം. ഇതേപോലെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. നാട്ടിൽ എൻ്റെ വീട്ടിലുണ്ട് ഇതേപോലെ സ്റ്റീൽ പാത്രം. അതിന് വെച്ചപ്പോൾ ഞങ്ങൾ അടി 2-3 ആൾക്കാരുണ്ട് ഇതേ പാത്രത്തിലാണ് തിന്നണം എന്നുള്ളവർ. അപ്പോൾ അതേപോലെ ഇവിടെ ഞാനൊരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്. മക്കൾക്ക് മേടിച്ചതാണ്, പക്ഷെ ഇപ്പോൾ ഞാനാണ് അത് കൂടുതൽ ഉപയോഗിക്കാമെന്ന് മാത്രം. അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. ചില ദിവസം ഞാൻ നല്ല കുട്ടിയായിട്ട് കഴിച്ച സമയത്ത് തന്നെ പാത്രങ്ങൾ കഴുകും. ചിലപ്പോൾ എല്ലാം കൂടി അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഉച്ചയ്ക്ക് ഒറ്റ കഴുകലായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ തോന്നുന്ന പോലെയാണ്, എൻ്റെ മനസ്സെന്താണ് പറഞ്ഞത് അതേപോലെ ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. ഇതൊക്കെ കഴുകി വെക്കുമ്പോഴേക്കും ചോറിനുള്ള വെള്ളമൊക്കെ തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ വേഗം അരി കഴുകിയിട്ട് അടുപ്പത്തിടുകയാണ്. ചോറിൻ്റെ വെള്ളം തിളക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ അരി കഴുകി, മട്ട അരിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ചില സമയത്തൊക്കെ ജയ അരി ഉപയോഗിക്കും. കൂടുതലും മട്ടയാണ് ഇവിടെ ഒരു താല്പര്യം. അപ്പോൾ അതൊക്കെ കഴുകി അടുപ്പത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോട്ട് പോട്ടിലേക്ക് ഇറക്കി വെക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ചോറിനുള്ള മീനൊക്കെ ഒന്ന് പൊരിക്കാനായിട്ട് മസാല പരട്ടി ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വെക്കണം. ശരിക്കും ഈ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴായിട്ട് എനിക്ക് ഒന്നുകൂടി ഇത് ക്ലീൻ ആക്കണം എന്ന് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഇവിടെ മോൻക്ക് വൈകുന്നേരം ഒരു
പണിയുണ്ട്, അടുക്കള ഭരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവൻ എന്തൊക്കെയോ കുറേ സാധനം വാങ്ങിക്കൊണ്ട് കുറേ ഉണ്ടാക്കും, കുറേ എടുത്ത് വെക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഫ്രിഡ്ജ് തന്നെ എനിക്ക് എടുക്കുമ്പോൾ വെച്ച സാധനമൊന്നും കിട്ടാത്ത പോലെയൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ എന്നാൽ കരുതി എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് എടുത്ത് ക്ലീനാക്കി ഒന്ന് ലെവലാക്കി വെക്കാൻ. എന്തൊക്കെയാണ് ഉള്ളതെന്നോ ഇല്ലാത്തതൊന്നും അറിയില്ല. കുറേ ദിവസമായി ഉണ്ടായിരുന്നു ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഇതിൽ കുറേ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എൻ്റെ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതൊക്കെ എങ്ങനെയുള്ള വന്നതെന്ന് തന്നെ ഞാൻ സംശയിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ആദ്യം ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ഒരു റാക്കുകളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ പിന്നെ ഈ വെജിറ്റബിൾ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയിട്ട് വെജിറ്റബിൾ ബോക്സിൻ്റെ അടിയിൽ കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് ആദ്യം ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. പിന്നെയാണ് മനസ്സിലായത് കടലയാണെന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ അടിയിൽ ഈ ഒരു പിന്നെ കടല വന്നു എന്നായി പിന്നത്തെ സംശയം. ഇത് പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും വേവിക്കാത്ത കടല, വേവിക്കുന്ന കടല നമ്മൾ അതിൻ്റെ അകത്ത് വെക്കാറോ അടച്ചു വെക്കാറുണ്ട്. പക്ഷേ ഇത് വേവിക്കാത്ത എങ്ങനെ ഇതിൻ്റെ അടിയിൽ വന്നതെന്ന് ആലോചിച്ചിട്ട് കുറേ നേരം അതന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മളിത് കുറച്ച് ഡിഷ് വാഷ് ഇട്ടിട്ടൊന്ന് ഞാനൊന്ന് കഴുകിയെടുത്തിട്ടോ. ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ വെള്ളത്തിലേക്ക് കുറച്ച് സുറുക്കയും അതുപോലെ നാരങ്ങ നീരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നല്ല മണം കിട്ടും. നമ്മുടെ അതിൽ വല്ല കച്ചറ മണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അതിന് നല്ലതാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗം തുടക്കലൊക്കെ കഴിഞ്ഞ് നോക്കും. പിന്നെ ഞാൻ റാക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതൊക്കെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക ചെയ്തത്. അപ്പോൾ നമ്മളെ വെച്ചാൽ തന്നെ ഈ ഒരു വെയിലത്ത് ഉണങ്ങി കിട്ടും. പിന്നെ തുടക്കാനൊന്നും നിന്നില്ല, വേഗം കൊണ്ടിട്ട് വെയിലത്ത് വെക്കുകയാണ് ചെയ്തത്. ഇനി ഒരു ഭാഗം റെഡിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സാധനം കയറ്റിയിട്ട് വേണം മറ്റേ ഭാഗത്തുള്ളതൊക്കെ ഇറക്കാൻ. അത്ര സ്ഥലമേ ഉള്ളൂ നമുക്ക് സാധനങ്ങളൊക്കെ കയറ്റി വെക്കാൻ. അപ്പോൾ ആ ഒരു സ്ഥല സൗകര്യത്തിൻ്റെ പ്രശ്നം കൂടിയാണ് ഞാൻ പകുതിയായിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങിയത്. പിന്നെ കുറച്ച് ചെടികൾ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അകത്തേക്ക് വെച്ചു. ഇനിയാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്ന വേറൊരു കാഴ്ചയും കൂടി ഉള്ളത്. എൻ്റെ വെജിറ്റബിൾ ബോക്സ് കണ്ടാൽ അതിലെന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വാങ്ങിക്കാൻ പോയിട്ട് ലുലുവിലൊക്കെ പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ അധികമൊന്നുമില്ല, എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അധികമൊന്നുമില്ല. മോൻ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ വേറൊരു പച്ചക്കറി കട ഉണ്ട്. അപ്പോൾ അവിടുന്ന് അവനക്ക് സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള കുറേയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരുമിച്ചങ്ങ് ലുലുന്ന് വാങ്ങിക്കാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ നമ്മൾ ഡെയിലി ആവശ്യത്തിനുള്ള കുറേശ്ശെ വാങ്ങിക്കുക. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ബാക്കി വന്നു ഇതേപോലെ തന്നെ കവറിലാക്കി വെക്കും. അപ്പോൾ പിന്നെ വേറെ പാത്രത്തിലാക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് മെനക്കേണ്ടല്ലോ ചോദിച്ചാൽ ഇതേപോലെ കവറിലാക്കിയിട്ട് അങ്ങനെ വെക്കും. അങ്ങനെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതിലിരിക്കുന്നുണ്ട്. അതൊക്കെ തപ്പിത്തരുമ്പോഴാണ് നമുക്കിതിൽ വേറെ സാധനം കിട്ടിയത് കേട്ടോ. പുളിങ്ങ, നിങ്ങൾക്ക് അറിയില്ലേ, ചില നല്ല പുളി എന്നാവും പറയുണ്ടാവുക. ഞങ്ങൾ പുളിങ്ങ എന്ന് പറയും. തൊണ്ടുള്ളതാണ്. അപ്പോൾ ഞാനത് ലുലുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. തിന്നാനുള്ള പൂതി കൊണ്ട് മധുരപ്പുളിയാണ്. അപ്പോൾ അതിനും കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ആ കൂടി പച്ചക്കറി, കുറച്ച് തക്കാളി, പിന്നെ ബീട്രൂട്ട്, അതുപോലെ വഴുതനങ്ങ, പിന്നെ എന്തായിരുന്നു ഒരു കൈപ്പക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഉണങ്ങിയ നാരങ്ങയും വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് ഈ പാത്രം കഴുകിയിട്ട് വഴുത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിന് എന്താണെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ വക സാധനങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഇതുകൊണ്ടായിരിക്കട്ടെ ഇന്നത്തെ ലഞ്ചിന് വിചാരിച്ചു. ഒരു 3-4 ഐറ്റംസും ഉണ്ട്. എന്നാൽ നിസ്സാരമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ലഞ്ചിനായിട്ട് ഒട്ടും കുറവില്ല. നല്ലൊരു എന്താ പറയുക, സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു ലഞ്ചുമായിരുന്നു അന്നത്തെ. കൈപ്പക്ക ഉപ്പേരിയും വെച്ചു. പിന്നെ കൈപ്പക്ക കഴിക്കാത്തവർക്ക് ബീട്രൂട്ട് ഉപ്പേരി വെച്ചു. അതുപോലെ തന്നെ തക്കാളിക്കറി, മീൻ പൊരിച്ചത്, പിന്നെ മോര്, പപ്പടം, ഇതൊക്കെ ആയിരുന്നു അന്നത്തെ ലഞ്ചിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഉപ്പേരി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ല കേട്ടോ. ഈ കൈപ്പക്ക വെക്കുമ്പോൾ പല വിധത്തിലും വെക്കാറുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ കൈപ്പക്ക ഇതേപോലെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കുറച്ച് നേരം വെക്കുക. അത് ആ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തക്കാളിയും പച്ചമുളകാണ് ഇതിന് ആവശ്യമുള്ളൂ. വേറെ ഒന്നും വേണ്ട.
ഇത് മാത്രം ഉണ്ടായാൽ മതി. കൂടുതൽ ഉണക്കമീൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ കയ്പക്ക ഇങ്ങനെ കഴിക്കാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ. സത്യം പറഞ്ഞാൽ എനിക്ക് വ്ളോഗിൽ എന്താ പറയേണ്ടതെന്നൊന്നും ശരിക്കും അറിയില്ല. ഞാൻ കുറേ പറയുമ്പോൾ എനിക്ക് വായ കടയുണ്ട്, എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് പറയാൻ പാടില്ല, അതൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തെറ്റൊക്കെ തോന്നാനും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. എന്തെങ്കിലും പറയാതെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ എന്നോട് ക്ഷമിച്ചേക്ക്. തക്കാളിക്കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് തക്കാളി, പച്ചമുളക്, സബോള, വെളുത്തുള്ളി, കറിവേപ്പില, ഇതാണ് നമ്മളുടെ തക്കാളിക്കറിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കും വേണ്ടത് സബോള, പച്ചമുളക്, ബീട്രൂട്ട്, പിന്നെ കുറച്ച് തേങ്ങയും. പക്ഷെ ഇത്ര നമുക്ക് കാണുമ്പോൾ സിമ്പിളാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് കുറേ ചോറ് കഴിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നുണ്ടാവും ചിലർക്കെങ്കിലും ഇതെന്താണ് ഉണ്ടാക്കുന്നത്, കഴിക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ തന്നെയല്ലേ കുറേ ഉപ്പേരിയും ചോറും കൂട്ടിയല്ലേ കഴിച്ചു തരുന്നത്. ആ ഒരു ഓർമ്മയായിട്ട് എനിക്ക് വരുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് മീൻകറി വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് മീൻകറി ഒന്നും ഉണ്ടാക്കാത്തത്. മീനൊക്കെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ പൊരിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോനോട് കുറച്ച് നാരങ്ങാവെള്ളം കലക്കാൻ പറഞ്ഞു. നല്ല ചൂടല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ കുടിച്ചില്ലെങ്കിൽ അവിടെ തളർന്ന് വീഴും. അപ്പോൾ അവനത് കലക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ നിന്നു. പിന്നെ കയ്പക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ നിസ്സാരമായ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ സവാളയും പച്ചമുളകും ചെറുതായി ഒന്ന് വാട്ടി കൊടുക്കുക. ഒന്ന് ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഒന്ന് വാടിയാൽ മതി. അപ്പോൾ കയ്പക്കൂടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒഴിക്കരുത്. പിന്നെ കയ്പക്ക ഇട്ട് കൊടുക്കാനായിട്ട് മുന്നേ ഒന്ന് കഴുകണം കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വേണം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് വേകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കയ്പക്കയുടെ പണികളുള്ളൂ. കയ്പക്ക ഉപ്പേരിയും കഴിഞ്ഞില്ലേ, പറയുമ്പോൾ എന്ത് നിസ്സാരല്ലേ. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ഉപ്പേരിയാണ്. അപ്പോൾ അതിലേക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കുക, പിന്നെ സബോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബീട്രൂട്ട് ചേർത്തിട്ട് ഒരു പകുതി വേവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് ഫുള്ളായിട്ട് വേവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി റെഡിയാവും. ഒരു 10 മിനിറ്റ് അത്ര സമയം വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആവും മിക്ക ആൾക്കാരുണ്ടാക്കുക. എന്നാലും ഇനി പറയാത്ത ആൾക്കാരോ ഇനി ഞാനെങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാൻ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലോ അല്ലേ, അതുകൊണ്ടാണ് അത് കാണിച്ചത് കേട്ടോ. ബീട്രൂട്ടിൻ്റെ പണി കഴിയുമ്പോഴേക്കും ഇവിടെ കയ്പൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ആവട്ടെ, എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് മറ്റേ അടുപ്പിലേക്ക് മാറ്റിയിട്ട് തക്കാളിക്കറി ഉണ്ടാക്കാൻ നോക്കുകയാണ്. തക്കാളിക്കറി തക്കാളി ചട്നി എന്നൊക്കെ വിളിക്കുമല്ലോ, അത് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് സബോള ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഞാനിവിടെ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോഴേക്കും അതും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടുള്ളിൽ ഈ ഒരു കുക്കിംഗ് കഴിഞ്ഞിരുന്നു കേട്ടോ. എൻ്റെ 3 അടുപ്പും ഇങ്ങനെ കത്തിയോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് അരിഞ്ഞ് വെക്കുകയും ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ആദ്യം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് ടൈം വളരെ സിമ്പിളായിട്ട് കഴിയും. കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ചു വെക്കുന്നൊന്നുമല്ല കേട്ടോ. വിസിലൊന്നും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല, അതിന് മുന്നേ അത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്പക്ക ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. പാകത്തിനുള്ള വേവും പിന്നെ ആ ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ കയ്പക്ക. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ബീട്രൂട്ടും ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ട് ഞാൻ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഫുള്ളായി വേവുന്ന വരെ ഒന്ന് അടച്ചു വെക്കും. അതിനുശേഷം ആ ഫ്ലെയിമും ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ പൊരിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിനിടയിൽ ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ചോറിനൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഞ്ചിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ലഞ്ചാണ്. ഇനി നമുക്ക് വീണ്ടും ഫ്രിഡ്ജിലേക്ക് കിടക്കാം.
അപ്പോൾ ഞാനിപ്പോൾ ഡോറിൻ്റെ സൈഡിൽ അതൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഇനി കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് പറയാം എന്തൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിലുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. ആവശ്യമുള്ളതോ ഇല്ലാത്തതുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇതുവരെ ഉള്ളതൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ട് അറിയിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി ഇട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഞാനിടാൻ ഇഷ്ടമുള്ളത് വെച്ചാൽ അതും കൂടി ഒന്ന് പറയണേ. കുക്കിംഗ് ആണോ എന്തിനാണ് ഇപ്പോൾ കുക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല തോന്നുന്നു, വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ വ്ളോഗ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ താല്പര്യം വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്നൊക്കെ നോക്കണ്ടേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫ്രിഡ്ജ് ടൂർ കാണാം. വാട്ട് ഈസ് ഇൻ മൈ ഫ്രിഡ്ജ്, അങ്ങനെ പല പല ടോപ്പിക്സും പേരിട്ടിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. എല്ലാം ഞാൻ അടക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രീസറും ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിന് മീനാണ് കേട്ടോ. മീൻ നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ചു കൊണ്ടിട്ട് ഇതുപോലെ ഓരോ ദിവസമുള്ളത് ഇതേപോലെ ഓരോരോ പാക്കാക്കിയിട്ട് വെക്കും. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ സമൂസ ഷീറ്റ് ഉണ്ട്, പിന്നെ ബർഗർ ഉണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ മോൻ്റെ കുറച്ച് ദിവസമായിട്ടുള്ള പണികൾ. ഫ്രഞ്ച് ഫ്രൈസും ബർഗറും സാൻഡ്വിച്ചും കൊണ്ട് മടുത്തു. പിന്നെ ഐസ് ട്രേ, ഇത് നല്ലൊരു ഐസ് ട്രേ ആണ്. നമ്മൾ ഐസ് അതിലാക്കിയിട്ട് ഇതിലേക്ക് കൊട്ടും, വീണ്ടും അത് നിറച്ച് വെക്കും. ഇവിടെ ഞങ്ങൾക്ക് എന്നും രാത്രി ഐസ് ഇട്ടിട്ടുള്ള ജ്യൂസ് കുടിക്കണം. അപ്പോൾ അതിന് എപ്പോഴും അത് ഫുള്ളായിരിക്കും. ഇപ്പോൾ ഫ്രീസറൊക്കെ തുറക്കണോണ്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ്. പിന്നെ വിപ്പിംഗ് ക്രീം ഉണ്ട്, ഉണക്കമീൻ, പിന്നെ അതുപോലെ തന്നെ അത് റൈസ് ക്യൂബിൻ്റെ ബാഗാണ്. നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫ്രീസറിലുള്ളത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡോറിൻ്റെ സൈഡിൽ വിപ്പിംഗ് ക്രീം ഇതേപോലെ ഫുള്ളുണ്ടായിരുന്നു, ഞാൻ ഇതേപോലെ അടച്ചിട്ടൊരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കുനാഫയുടെ ഡോ ഉണ്ട്. പിന്നെ ഇത് ചീസാണ്, മൊസറല്ല ചീസ്. പിന്നെ ശർക്കര ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വാങ്ങിച്ച തേങ്ങയായിരുന്നു കേട്ടോ, അത് ശനിയാഴ്ച. അപ്പോൾ അതവിടെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മല്ലിപ്പൊടിയാണ്, പൊട്ടിച്ച പാക്കറ്റ് അങ്ങനെ അതിലേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫ്രീസറിലുള്ളത്. ഇനി നമ്മുടെ താഴെ എന്തൊക്കെയാണ് ഇരിക്കണമെന്ന് നോക്കാം. ഇതിൽ കുറേ സാധനങ്ങൾ ഉണ്ട്. കുറേ മുന്നുള്ളതുണ്ട്, കുറേ ഇപ്പോൾ ഉള്ളതുണ്ട്, കേട് വരാത്തതുണ്ട്, കേട് വരുന്നതുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് നോക്കാണ്ടേ? ഞാൻ പറഞ്ഞ വായ കടഞ്ഞു. എനിക്ക് ഇത്രയും വലിയ വ്ളോഗിലൊന്ന് സംസാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുക്കിംഗ് ആണെങ്കിൽ പെട്ടെന്ന് കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഭാഗത്ത് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് ഈത്തപ്പഴമാണ്. അത് മൊത്തം ഈത്തപ്പഴമാണ് ഇരിക്കുന്നത്. ഫ്രഷ് ഈത്തപ്പഴങ്ങൾ കിട്ടിയതാണ്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഉണക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഇതേപോലെ ഫ്രഷ് ചെയ്തൊക്കെ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഷടപ്പടയെ പോലെ തീരും. മറ്റിലിവിടെ ഞങ്ങളധികം അങ്ങനെ ഈത്തപ്പഴം കഴിക്കാം. അപ്പോൾ ജ്യൂസാണ് കൂടുതൽ അടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിൽ മൊത്തം അത് തന്നെയാണ്. പിന്നെ ഇവിടെ ഇത് റാഗിപ്പൊടിയാണ് നാട്ടിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കേട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂറ ശല്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കൂറ കയറണമെന്ന് അറിയില്ല. കുറച്ച് നോക്കിയാൽ കാരണം കൂറയുടെ ഇതൊക്കെ കാണാം. അപ്പോൾ അതിനൊക്കെ കുറേ കളയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒലീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെന്താ തൈരുണ്ട്, അച്ചാറുകൾ, ഇതൊക്കെയാണ് ആ ഒരു സെക്ഷനിലുള്ളത്. അച്ചാറുകൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. ഇവിടെ അച്ചാർ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറേ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇങ്ങനെ ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഫുഡൊക്കെ ഉണ്ടാക്കി അതിനാണ് ആ ഒരു റാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ലീവായതുകൊണ്ട് രാത്രിയും ഉച്ചക്കൊക്കെ പുറത്തായിരുന്നല്ലോ. അപ്പോൾ രാത്രി വാങ്ങിച്ച KFCയുടെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഇന്ന് വൈകുന്നേരത്തെ ചായക്ക് ഉള്ളതൊക്കെ അത് ഉണ്ട്. അപ്പോൾ അതവിടെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് സാമ്പാറും അതുപോലെ തന്നെ ദോശമാവൊക്കെയാണ്. അപ്പോൾ അത് ഒക്കെ അവിടെ കുറച്ചിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഉച്ചക്കൽക്ക് ബിരിയാണിയും ഇറച്ചിച്ചോറൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയും കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കൽക്ക് ഇനിയിപ്പോൾ അതും എടുത്ത് ചൂടാക്കിയിട്ട് അപ്പോൾ അതങ്ങനെ തീരും. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു റാക്കുള്ളത്. ഈ ഒരു റാക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ വെക്കുക, ബാക്കിയുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റാക്ക് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത റാക്കിലാണ് നമ്മൾ ഫ്രൂട്ട്സ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇത് എൻ്റെ ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചിലപ്പോൾ ഫ്രൂട്ട്സാണ് കൂടുതൽ വെച്ചാൽ അതിൽ വെക്കും, അല്ലെങ്കിൽ വെജിറ്റബിൾസാണ് കൂടുതൽ വെച്ചാൽ അങ്ങനെ വെക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുണ്ട്, നിങ്ങൾ ആപ്പിളിൻ്റെ കൂടെ വേറൊരു ഫ്രൂട്ട് ഒരുമിച്ച് വെക്കരുത് കേട്ടോ. അതൊക്കെ ഈ ആപ്പിളിൻ്റെ ഇത് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് കിട്ടിയതാണ്, മനസ്സിലായി അങ്ങനത്തെ ഒരു അനുഭവം. പിന്നെ ഇതിൽ തക്കാളി ഉണ്ട്, കറിവേപ്പില, അതുപോലെ തന്നെ നാരങ്ങ, അതൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ ബോക്സിൽ വീണ്ടും ഇതാ മുളക് ഉണ്ട്. ഇത് പൊരിക്കാൻ വേണ്ടി വാങ്ങിച്ച മുളകാണ്. പിന്നെ ഹസിൻ്റെ അല്ലേ, അതുപോലെ തന്നെ ഹസ് എന്ന് പറഞ്ഞാൽ ലെറ്റ്യൂസാണ് കേട്ടോ.
ലെറ്റ്യൂസ് ലീവ്സും അതുപോലെ മല്ലിയിലൊക്കെ ഉണ്ട്. ഇനി ഡോറിൻ്റെ സൈഡിൽ നമുക്ക് ഇതേപോലെ കുറേ സോസുകളും മസ്റ്റാർഡ് സോസ്, പിന്നെ ഒലീവ്സ്, തേന്, കണ്ടൻസ്ഡ് മിൽക്ക് അതൊക്കെയാണ് ഒരു റാക്കിലുള്ളത്. ഏറ്റവും താഴെ നമ്മളിതേപോലെ പാലുണ്ട്, അതുപോലെ റോസ് വാട്ടർ, പിന്നെ ചോക്ലേറ്റ് സിറപ്പ്, മോരുണ്ട് കേട്ടോ. മോരൊക്കെ നാട്ടിൽ നിന്ന് കൊടുന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് ഞങ്ങളുടെ വീട്ടിൽ എന്നും മോരുണ്ട്. അപ്പോൾ അത് അങ്ങനെ കുറേശ്ശെ എടുക്കുള്ളൂ. ഒരാൾ വരുന്ന വരെ അത് വെയിറ്റ് ചെയ്യും. ഇപ്രാവശ്യം ഉപ്പ് വരാത്തതുകൊണ്ട് തന്നെ ഞങ്ങളത് വരാൻ വേണ്ടി കാത്തുക്കണം. മുഴുവനായിട്ടുണ്ട് മാറ്റില്ല, എന്നാലും കുറച്ചും കൂടി ഉണ്ട്. ഇനി ഇതൊക്കെ ഉപ്പിലിട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ നാരങ്ങ, അതുപോലെ മുളക്, അതൊക്കെ ഉണ്ട്. ഇനി ഈ ഒരു സംഭവം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് 1 വർഷത്തിനപ്പുറമായിട്ടോ ഷെസ്വാൻ സോസ് ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഞാനിതൊന്നും കൂടി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. കാരണം അത് എത്രത്തോളം നിൽക്കും നമുക്കറിയാൻ വേണ്ടിയാണ് ഞാനത് അങ്ങനെ വെച്ചത്. ഒരു 1.5 വർഷമായിട്ടുണ്ടായിരിക്കും എന്തായാലും. അതിപ്പോഴും അതിനൊരു കംപ്ലയിൻറ്റും ഇല്ല. ഞാനത് എടുത്തുണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാനത് എടുത്തുണ്ടാക്കി. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരാൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര വർഷം വെക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു തെളിവാണല്ലോ. അതിന് വേണ്ടി ഞാൻ അങ്ങനെ വെച്ചതാണ്. അതാണ് അതിൽ. പിന്നെ ഇത് എൻ്റെ പീനട്ട് ബട്ടറിൻ്റെ ആണ്. അതും കഴിയാനായിട്ടുണ്ട്. 1 ടീസ്പൂൺ കൂടിയൊക്കെ ഉള്ളൂ. പിന്നെ ചീസ്, ജാം, ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ കുറേ സോസുകൾ, ചില്ലി സോസ്, അതും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ കഴിഞ്ഞതാട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, മരുന്നുകളുണ്ട്. പിന്നെ ഇത് കോഴിമുട്ട വെക്കുന്ന 2 പഴയ ഫ്രിഡ്ജിൻ്റെയും ട്രേ എടുത്ത് ഞാൻ അതിലേക്ക് വെച്ചു. പിന്നെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. കോഴിമുട്ടയുടെ ഫുൾ പാക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലെ കവറ് വെട്ടിയിട്ട് വെച്ചതാണ്. ഇപ്പോൾ നമ്മളൊരു 30 എണ്ണമൊക്കെ വാങ്ങിക്കുമ്പോൾ സ്റ്റോർ ചെയ്യാൻ ആ ഒരു ഇത് നല്ലതായതുകൊണ്ട് ഞാൻ അങ്ങനെ വെട്ടി വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജൊക്കെ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ട്, എന്താണ് എൻ്റെ ഓർഗനൈസേഷനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ. ഞാൻ ഓർഗനൈസ് ചെയ്തതിലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് പറയാം കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു, കുളിച്ചു, ഫ്രഷായി, നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്നിട്ട് ചോറിനായിരിക്കണം. അപ്പോഴേക്കും ഹസ്ബൻഡിൻ്റെ ചോറിനെല്ലാം മോൻ്റെ കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഞാനും മോളും മാത്രം ബാക്കിയായി. അവൾക്കും ഞാൻ വെച്ചു കൊടുത്തിട്ടോ ഞാനിതൊക്കെ പോയത്. പക്ഷേ അവളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച്. കണ്ടല്ലോ എല്ലാവരും. ഇങ്ങനെ ഉപ്പേരും ഈ ചോറും കൂട്ടി കഴിക്കാൻ, അത് മാത്രം മതി. ബാക്കിയുള്ളൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ലഞ്ചും ഒരു അടിപൊളി ലഞ്ചും കഴിച്ചു കഴിഞ്ഞു. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഉച്ച വരെയുള്ള ദിവസത്തിൽ. പറയാൻ മാത്രമൊന്നുമില്ല. എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട്, യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ കാണാനും രസമല്ലേ. ഞാനും ഇങ്ങനെ കണ്ടിരിക്കും കേട്ടോ വല്ലവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടരുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് വെച്ചാൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് മോളിനൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇരുന്നു. അവൾക്കിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം കേട്ടോ. അപ്പോൾ ഇതേപോലെ അവൾ ഇടയ്ക്കെടുത്തിട്ട് ഫോണൊക്കെ എന്തെങ്കിലുമൊക്കെ കുറേ പറയും. അപ്പോൾ അതൊക്കെ എന്നോട് ഷൂട്ട് ചെയ്യാൻ പറയും. ഞാനത് ചെയ്ത് കൊടുക്കും. അവൾക്കും ചാനൽ തുടങ്ങണം, വീഡിയോസ് ഇടണം എന്നൊക്കെയാണ് പറയുന്നത്. പിള്ളേരല്ലേ ഇപ്പോൾ അവൾ കാണുന്നതൊക്കെ കുട്ടികളുടെ കുറേ ചാനൽസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവൾക്കൊരാഗ്രഹം. അപ്പോൾ ഞാനും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആദ്യം ഇതേപോലെ വീഡിയോസ് എടുക്കും, അപ്ലോഡും ചെയ്യില്ല കേട്ടോ, അങ്ങനെ എടുത്ത് വെക്കും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ജീവിതം. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. വൈകിട്ടാകുമ്പോൾ ചായ കുടിക്കും, രാത്രി ഫുഡ് ഉണ്ടാക്കും, വീണ്ടും രാത്രിക്കൽക്കുള്ളത് അത് കഴിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ശനി മുതൽ വ്യാഴം വരെയുള്ള റൂട്ടീൻ എന്ന് പറഞ്ഞത്. വ്യാഴം വെള്ളിയാണ് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടുണ്ടാവുക. വ്യത്യാസമൊന്നുമില്ല. വ്യാഴാഴ്ച ചിലപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ വെള്ളിയാഴ്ച എന്താ പറയുക, ചിലപ്പോൾ പുറത്തിറങ്ങും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇതേപോലെ തന്നെ കഴിഞ്ഞുകൂടും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കാൻ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.